ഹായ്, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും നല്ല നെയ്യപ്പം കിട്ടുന്ന സ്ഥലം പരിചയപ്പെടുത്തിയതൊക്കെ ഓർമ്മയുണ്ട്. ഇന്ന് നമ്മൾ ആ നെയ്യപ്പം ഒക്കെ ആയിട്ട് മരങ്ങോലിയിലുള്ള സെന്റ് മേരീസ് ചർച്ചിലേക്കാട്ടോ പോകുന്നത്. ഈ പള്ളി എനിക്ക് പണ്ട് മുതലേ അറിയാം. കുഞ്ഞിക്കാലം മുതലേ ഞാൻ വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ പള്ളി അന്നത്തേതും ഇന്നത്തേതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഏതായാലും ആ ഇടവകക്കാരൊക്കെ ആ പള്ളിയും പരിസരവും വളരെ ഭംഗിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ. ഇനി ഇവിടെ വരാനുള്ള കാരണം എൻ്റെ മൂത്ത അമ്മാവനും ചാച്ചനും ചാച്ചിയൊക്കെ ഇപ്പം ഇവിടെയാണ് കേട്ടോ ഉറങ്ങുന്നത്. അപ്പം ചാച്ചൻ്റെ 41ാം ചരമദിനമായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നെയ്യപ്പം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നത്. സാധാരണഗതിയിൽ ഇത് പെൺമക്കളുടെ ഒരു അവകാശമാണ്, ഈ ഒരു 41നും ആണ്ടിനുമൊക്കെ കൊടുക്കുന്ന നെയ്യപ്പം. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന 41നും ആണ്ടിനും ഒക്കെ സദ്യക്ക് ആദ്യം വിളമ്പുന്നത് 3 നെയ്യപ്പങ്ങളായിരിക്കും കേട്ടോ. ഈശോയുടെ പീഡാസഹനവും അത് കഴിഞ്ഞുള്ള ഉദ്ധാനവും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ നെയ്യപ്പങ്ങൾ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ 41 ദിവസം രക്തബന്ധത്തിലുള്ളവരെല്ലാം നൊയമ്പ് നോക്കാറുണ്ട്. ആ നൊയമ്പ് വീഴുന്നത് 41ാമത്തെ ചരമദിനത്തിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നൊയമ്പ് കാലം കൂടി ആയതുകൊണ്ട് മീനാണ് ഞങ്ങൾക്ക് നൊയമ്പ് വിടാനായിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം സദ്യ പോലെ തന്നെയായിരുന്നു കേട്ടോ. എത്ര കല്യാണ സദ്യകൾ ഉണ്ടാലും ഒരു വെജിറ്റേറിയൻ സദ്യയുടെ സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിനും തരാൻ പറ്റില്ല. ആകെ ഒരു പ്രശ്നമുള്ളൂ, ഇതെല്ലാം കഴിയുമ്പോൾ നന്നായിട്ട് ഉറക്കം വരും. അപ്പം ഞങ്ങൾ പഴയ കഥകളും പുരാണങ്ങളൊക്കെ പറഞ്ഞ് വീട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലുള്ള പഴയ ഫോട്ടോകളൊക്കെ ഒന്ന് പരതാൻ പോയേ. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ള ഫോട്ടോയാണ് ഇത്. ഞാൻ ഇച്ചാച്ചനെ കുറിച്ചൊരു ഓർമ്മക്കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടുത്തെ കൊച്ചുമകൻ ഒരു ചെറിയ ബുക്ക് രൂപത്തിലാക്കി അവനത് കാണിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സമയം ആന്റിമാരെല്ലാം ഒരു സൈഡിൽ നിന്ന് എക്സ്ട്രാ വന്ന ഫുഡൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയേ. അപ്പോൾ കൊച്ചുമക്കളെ എല്ലാം വിളിച്ചു കൂട്ടി ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സീനൊക്കെയാണ് ഈ കാണുന്നത്. കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് കുറേ ഫോട്ടോസ് എടുത്തു. ഇതിൽ ഇഷ്ടമുള്ള ഫോട്ടോസ് നോക്കി അവനവൻ്റെ പേരൻസിനെ തിരഞ്ഞെടുക്കാമല്ലോ. പണ്ട് എന്തോ ഒരാളും ബഹളമുള്ള വീടായിരുന്നു എന്നോ, ഇപ്പോൾ ആൾക്കാർ മരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും വീടും ഒറ്റപ്പെട്ടതുപോലെ ആയി കഴിയും. അങ്ങനെ ഞങ്ങളുടെ ഈ ചാച്ചൻ്റെ വീടിനോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ പോരുവാണ് കേട്ടോ. പോരുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരം ഉള്ളൊരു സ്പോട്ടാണ് കൂത്താട്ടുകളത്തെ ഈ ഒരു മീൻ മേടിക്കുന്ന സ്ഥലവും മറ്റത്തിൽ ബേക്കറിയും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി തൊടുവഴിക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റ് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയോടെ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.